ഈശ്വംസിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ന്യായാധിപനും വിധവയുമാണ് ഇന്ന് ഈശോ പറഞ്ഞ കഥയിലെ മുഖ്യപ്രമേയങ്ങളായി നമുക്ക് ധ്യാന വിഷയമായിട്ട് കടന്നു. ന്യായാധിപൻ ക്രൂരനാണ്, ജനങ്ങളോട് നീതി പുലർത്താത്തവനാണ്, ആരെയും പരിഗണിക്കാത്തവനാണ്, ദുഷ്ടതയുടെ മറുരൂപമാണ്. ആരും നന്നാകണമെന്നോ ആർക്കും നന്മ ലഭിക്കണമെന്നോ ആഗ്രഹിക്കാത്ത ഇയാളെ കുറിച്ച് വചനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇയാളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന വിധവ. അവൾക്ക് നീതി നടത്തി കൊടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ അവളുടെ ശല്യം സഹിക്കുവയ്യാതെ അവളുടെ പ്രശ്നം സെറ്റിൽഡ് ആക്കുകയാണ് ഈ ന്യായാധിപൻ. ഇവിടെ നമ്മുടെ മുമ്പിൽ ഈശോ ഉയർത്തുന്ന ചിന്ത, നീതിമാനല്ലാത്ത നീതിരഹിതനായ ഈ ഭരണാധികാരി തൻ്റെ അടുക്കൽ വന്ന സ്ത്രീയുടെ ശല്യം സഹിക്കാതെ അവളുടെ പ്രശ്നം പരിഹരിച്ച് പറഞ്ഞു വിട്ടുവെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ തമ്പുരാൻ നിരന്തരം തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര അധികമായി നന്മ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരം ഉയർത്തണമെന്ന് ഈശോ ഓർക്കുന്നു. ഭഗ്നാസരാകാതെ നിരന്തരം വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ എഴുതുന്നുണ്ട്. അഗസ്തിനോസിനെ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവൻ പാപത്തിന്റെ ജഡികതയുടെ ലോകത്തിൽ നിന്ന് പിന്മാറണമേ എന്ന് ആഗ്രഹിച്ച് ഒരമ്മ പ്രാർത്ഥിച്ചത് 32 വർഷം. തിന്മയുടെ മറുവാക്കായിരുന്ന ആ മകൻ മാനസാന്തരപ്പെട്ട ദൈവസന്നിധിയിലേക്ക് അടുത്തു എന്നത് ആ കാലഘട്ടം കൊണ്ട് സംഭവിച്ചില്ല. ഇവിടെ മറ്റൊരു പുണ്യമാണ്. ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അഗസ്റ്റിനെ വിശുദ്ധനാക്കി അവിടെ ഉയർത്തി എന്നതോടൊപ്പം തിരുസഭാമാതാവ് വിശുദ്ധ മോനിക്ക പുണ്യവതിയെയും നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അഡീഷണൽ ബോണസ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദൈവം വിലമതിക്കുന്നു എന്നതിനപ്പുറത്ത് പ്രാർത്ഥിക്കുന്നവരെയും അനുഗ്രഹിക്കണം. ബത്സയിദ കുളക്കരയിലെ തളർവാദ രോഗി 38 വർഷമായിട്ട് ആ കുളക്കരയിൽ കിടക്കും. ആരെങ്കിലും തന്നെ ഒന്നെടുത്ത് വെള്ളത്തിലിറക്കിയിരുന്നെങ്കിൽ, ആരെങ്കിലും കേണനുസരിച്ച് തനിക്കൊരു ചാൻസ് തന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് 38 വർഷം നിരാശനാകാതെ പ്രത്യാശ കൈവിടാതെ ആ മനുഷ്യനവിടെ കിടക്കും. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന ബോധ്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറാൻ ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നൈരാശ്യമില്ല. നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രത്യാശ നമ്മളെ നഷ്ടപ്പെടുത്തി കളയും. എൻ്റെ കാര്യങ്ങൾ നടക്കില്ല എന്ന് നിരാശനാകേണ്ട കാര്യം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ 8, 10, 12 വർഷം കഴിഞ്ഞിട്ട് മക്കൾ അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം ഉത്തരം കൊടുക്കും.
ഒരുപക്ഷെ ദൈവം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലാകണം. കടബാധ്യത കൊണ്ട് മുടിഞ്ഞ ഒരാൾ ദൈവസന്നിധിയിൽ അതിൽ നിന്നുള്ള വിമുക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇത് കറൻസി കെട്ട് കൊണ്ടുവന്ന് വാതിൽപ്പടിയിൽ വെച്ചിട്ട് പോകണമെന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന ബിസിനസ് സംരംഭങ്ങളോ നമ്മൾ കടന്നു ചെല്ലുന്ന ഏതെങ്കിലും വ്യാപാര മേഖലകളിലോ ഒക്കെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും. പ്രാർത്ഥനയിൽ നിരാശരാകാതെ നിരന്തരം പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആത്മാവ് നമ്മൾ പ്രവർത്തിക്കാനായി പന്തക്കുസ്ത തിരുനാളിലുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളാക്കിയിട്ട് പ്രാർത്ഥനാ ദിനങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.